ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ആൻസറൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നീരറ്റ് വറ്റി വരേണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അടിവരയിട്ട പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അണ്ടർലൈൻ ചെയ്തതാണ് ആൻസർ. കൈകളാകുന്ന ചുള്ളികൾ. ഓക്കെ, കൈകളാകുന്ന ചുള്ളികൾ. അടുത്ത ക്വസ്റ്റ്യൻ, നെല്ലില്ല പിശാചുക്കൾ നെല്ല് കൊണ്ട് ചെന്ന് വല്ല പീടികയിലും പെട്ട വിലയ്ക്ക് വിൽക്കാനാണ്. പ്ലാവിലക്കഞ്ഞിയിലെ വരികളാണ്. ജന്മിയുടെ ഈ വാക്കുകളിൽ പ്രകടമാകുന്ന മനോഭാവം എന്താണ്? ദയാശൂന്യതയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, നീളം മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും. നാളം എന്നതുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? സൂര്യനെയാണ് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എത്രയോ തലമുറകൾ ആ വൃദ്ധമുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലിരുന്ന് മധുരം തിന്നു വളർന്നു വൃദ്ധരായി കാലയവനികയ്ക്കപ്പുറം മറഞ്ഞിരിക്കുന്നു. അടിവരയിട്ട പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥം കണ്ടെത്തുക. മരിച്ചു പോയതിനെയാണ് ഇവിടെ കാലയവനികയ്ക്കപ്പുറം മറിഞ്ഞിരിക്കുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, നല്ല വെള്ളവുമില്ല നിലാവുമില്ല കൂമൻ്റെ ഒച്ചയുമില്ല, പിന്നെ എന്താ ആടെ ഉള്ളത്? അമ്മയുടെ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ്? ഗ്രാമജീവിതത്തിലുള്ള മതിപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമായിട്ട് എഴുതാനാണ്. എവിടേക്കോ നടന്ന് ഇരുന്നാഴി അരിയും കപ്പയും വാങ്ങി കോരൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കുടിലിൽ ഒരു സംസാരം കേൾക്കാം. അപ്പോൾ എങ്ങനെ മാറ്റി എഴുതാം? എവിടേക്കോ നടന്ന് ഇരുന്നാഴി അരിയും കപ്പയും വാങ്ങി കോരൻ തിരിച്ചു വന്നു. അടുത്തത്, അവൻ്റെ കുടിലിൽ നിന്ന് അപ്പോൾ ഒരു സംസാരം കേട്ടു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെറ്റുകിടക്കും തെരുവ് പട്ടിക്ക് എന്താ ഒരുറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. അമ്മത്തൊട്ടിലെ വരികളാണ്. തെരുവ് പട്ടിയുടെ പ്രവൃത്തി മകനിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാമാണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? അമ്മയുടെ സ്നേഹവും സഹനവും മകൻ ഓർത്തു കാണും. മൃഗങ്ങൾ കാണിക്കുന്ന സ്നേഹം പോലും താൻ കാണിക്കുന്നില്ലല്ലോ എന്നോർക്കുന്നു. ഒരമ്മ സ്വന്തം മക്കളെ സംരക്ഷിക്കാനായി ഒറ്റയ്ക്ക് നിന്ന് പൊരുതുമ്പോൾ താൻ തൻ്റെ സ്വന്തം അമ്മയെ ഭാര്യയുടെ വാക്ക് കേട്ട് ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണല്ലോ എന്നോർത്ത് തൻ്റെ മനസ്സ് വിഷമിക്കുന്നു. കൂടാതെ ഇതേപോലെ തന്നെയാണല്ലോ തൻ്റെ അമ്മയും തന്നെ ഒരുപാട് പോരാടിയാണല്ലോ വളർത്തിയിട്ടുണ്ടാവുക എന്നും മകൻ ഓർത്തു പോകുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൂത്തിരി കത്തിച്ചതുപോലെയുള്ള മാമ്പൂക്കുല ഒടിച്ച് കുസൃതിക്കുട്ടനെ പോലെ. ഈ മാമ്പൂക്കുലയെ പൂത്തിരി കത്തിച്ചതിനോട് സാദൃശ്യപ്പെടുത്തിയതിൻ്റെ ഔചിത്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കാം? ഈ കാഴ്ചയിൽ പൂത്തിരിയും മാമ്പൂക്കുലയും ഒരുപോലെയാണ് അല്ലേ? അതുകൊണ്ടാണ് മാമ്പൂക്കുലയെ പൂത്തിരി കത്തിച്ചതിനോട് ഉപമിച്ചത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10 ദിവസമായി എന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട്. അവൻ ഉണ്ടാക്കിയ നെല്ല് മറ്റാരുടെയോ വകയായിരുന്നു. പ്ലാവിലക്കഞ്ഞിയിലെ വരികളാണ്. എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാം. മുകളിൽ നൽകിയ സന്ദർഭം പഴഞ്ചൊല്ലിൻ്റെ ആശയവുമായി ബന്ധിപ്പിച്ച് വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ്. ഓക്കെ. അത് നമുക്ക് എങ്ങനെ എഴുതാം? കിട്ടുന്ന വേതനം കൊണ്ട് അടിമകളെപ്പോലെ കഴിയുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എത്ര തന്നെ അധ്വാനിച്ചാലും അതിന് തക്കതായ പ്രതിഫലം അന്നത്തെ കാലത്ത് ലഭിച്ചിരുന്നില്ല. ഞാൻ ഈ പറയുന്ന പോയിൻറ്റ്സൊക്കെ നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാവണേ. പിന്നെ എല്ല് മുറിയെ പണിയെടുത്തിട്ടും അതിനനുസരിച്ചുള്ള കൂലി കിട്ടാതെ പട്ടിണി കിടക്കുന്ന ഒരു കർഷക സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ ചേർത്തിട്ട് വേണം 9ാമത്തതിൻ്റെ ആൻസർ എഴുതാൻ. ഓക്കെ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു 4 വരി കവിത തന്നിട്ടുണ്ട്. അത് വായിക്കുക. ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശമാണ് ഓണാഘോഷത്തിൽ തെളിയുന്നത്. മുകളിൽ നൽകിയ വരികളും പ്രസ്താവനയും വിശകലനം ചെയ്ത് ഇന്നത്തെ ഓണാഘോഷത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം സമർപ്പിക്കുക. ഓക്കെ. അപ്പോൾ അതിലെന്തൊക്കെ പോയിൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം? ഓണാഘോഷം ഒരു ഒത്തുകൂടൽ കൂടിയാണ് അല്ലേ? ഒരുമയുടെ ഓണം ഓൺലൈൻ ഓണമായി മാറിയത് വളരെ പെട്ടെന്നാണ്. പണ്ട് കാലത്ത് ഓണം ഒരു വലിയ ഉത്സവം തന്നെയായിരുന്നു. സദ്യ ഒരുക്കൽ, പൂക്കളം ഇടൽ, ഊഞ്ഞാൽ കെട്ടൽ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. എന്നാൽ ഇന്ന് സദ്യ ഉണ്ടാക്കാൻ തന്നെ എല്ലാവർക്കും മടിയാണ്. സമയക്കൂടുതലും ജോലിഭാരവും കൊണ്ട് എല്ലാവരും സദ്യ ഓർഡർ ചെയ്യാൻ തുടങ്ങി. സ്വിഗ്ഗി പോലുള്ള ആപ്പുകൾ ഇന്ന് വളരെ സുലഭമാണ്.
ഓക്കെ, ഭക്ഷണമൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പോയിൻറ്റ്സൊക്കെ ചേർത്തിട്ട് വേണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. എന്നാൽ കൊതിയ സമാജം കൂടിയിരുന്നത് ഞങ്ങളുടെ വക മുല്ലശ്ശേരിയിൽ പറമ്പിൻ്റെ അതിരിൽ നിന്ന് ശർക്കര മാവിൻ്റെ കീഴിലായിരുന്നു. ലേഖകൻ്റെ കുട്ടിക്കാലത്തിൽ നിന്ന് വ്യത്യസ്തമാണോ നിങ്ങളുടെ അനുഭവങ്ങൾ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അനുഭവം തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും. അത് ജസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അന്നത്തെ സൂചി പ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി. ഓർമ്മകളാണ് മകനെ വീട്ടിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. ഈ നിരീക്ഷണത്തിൻ്റെ സാധ്യത മുകളിൽ നൽകിയ വരികളും കവിതയും വിശകലനം ചെയ്ത് സമർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? 12ാമത്തെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പോയിൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം? പനി കാരണം ആശുപത്രിയിലെത്തിയതും അവിടെ നിന്ന് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നതും കവിയുടെ മനസ്സിലെത്തുന്നു അല്ലേ? അന്ന് ആശുപത്രിയിൽ അമ്മ കൂടെ നിന്നതും ഉറക്കമൊഴിച്ചതും അയാൾ ഓർക്കുന്നു. അമ്മയുടെ വാത്സല്യം അയാളിൽ നിറയുന്നു. കുട്ടിക്കാലത്തെ ഓരോ ഓർമ്മകൾ അയാളിൽ വിഷമം ഉണ്ടാക്കുന്നു, പശ്ചാത്താപം ഉണ്ടാക്കുന്നു. ഓർമ്മകൾ അയാളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗേഹം പണിയും പടുത്വം. എടി കള്ളി, നീ അത് ഒളിച്ചു വെച്ചിരുന്നോ? നാഴിയരിയല്ലയോ മെച്ചുള്ളൂ. സ്നേഹമാണ് കൊടിയ ദുരിതങ്ങളെപ്പോലും അതിജീവിക്കുന്നതിന് നമുക്ക് കരുത്തു പകരുന്നത്. മുകളിൽ നൽകിയ സൂചനകൾ കൂടി പരിഗണിച്ച് പ്രസ്താവനയെ വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ പോയിൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം? സ്നേഹമുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. കൊടിയ ദാരിദ്ര്യം പോലും കോരനും ചിരിതയും ഒരു പരിധി വരെ അറിയാതെ പോകുന്നത് അവർക്കിടയിലെ സുന്ദരമായ സ്നേഹബന്ധം കൊണ്ടാണ്. കോരനും ചിരിതയും വിശപ്പ് മറിച്ച് പരസ്പരം ഊട്ടാൻ ശ്രമിക്കുന്ന സന്ദർഭങ്ങൾ കഥയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്നത് നമുക്ക് വളരെ സുപരിചിതമായ വരിയാണ്. സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് എന്നൊക്കെ ചേർത്ത് അത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അടുത്തത്. അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു വീട്. ഇപ്പോൾ ഇതൊരു വീടല്ല. വീടിനെക്കുറിച്ചുള്ള ഈ സങ്കല്പം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ശബ്ദമുണ്ടെങ്കിലേ ഒരു വീടാവുകയുള്ളൂ അല്ലേ? പരസ്പര സംസാരമാണ് ഒരു വീടിൻ്റെ ഭംഗി. വലിയ മാളികകൾ പണിത് വീട്ടിലെ എല്ലാവരും ഓരോ മുറികളിൽ ഒതുങ്ങിപ്പോയാൽ അവിടെ വീടിന് അർത്ഥമില്ലാതാവും. വീട്ടിൽ ബഹളമുണ്ടെങ്കിലേ ഒരു സൗന്ദര്യം വരും, അല്ലെങ്കിൽ ഒരുപാട് വസ്തുക്കൾ നിറച്ച് ഒരു ബിൽഡിംഗ് മാത്രമായി പോവും. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് നല്ല രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കണ്ണു കാണാതായിട്ടും നടക്കാൻ പറ്റാതായിട്ടും നിങ്ങൾ വിളിക്കുന്നിടത്തും പറയുന്നിടത്തും ഞാൻ എത്തുന്നുണ്ടല്ലോ. ഞാൻ എങ്ങനെയാണ് മോനെ വരിക? അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെയും വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇല്ലയെന്ന് വെച്ചാൽ? തന്നിരിക്കുന്ന സൂചനകളും പാഠഭാഗവും വിശകലനം ചെയ്ത് അമ്മയുടെ സ്വഭാവ സവിശേഷതകൾ നിരൂപണം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ അതിനെന്ത് വേണം? ഹെഡിങ് വേണം അല്ലേ? അമ്മ എന്ന് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, ഓരോ വിളിയും കാത്ത്. എന്നിട്ട് എന്തൊക്കെയാണ് അമ്മയുടെ ക്യാരക്ടർ? എന്തൊക്കെയായിരുന്നു? കൃഷിയും ഗ്രാമീണ സംസ്കാരവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു അമ്മ അല്ലേ? അടുത്തതോ, അതുകൊണ്ട് തന്നെ നഗരത്തിൽ തിരക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അല്ലേ? നഗരത്തിലെ തിരക്ക് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഭർത്താവിനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. മരണപ്പെട്ട ഭർത്താവിൻ്റെ ഓർമ്മകളാൽ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടു അല്ലേ? പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള മറ്റ് സവിശേഷതകളും കൂടി ചേർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിലെ കഥ അവൾ പറയുമായിരുന്നു. അവിടെ കിളച്ചു പൊന്തിയ മാവിൻ തൈയിനെ കൊച്ചു ചക്കരച്ചിയുടെ മകൾ എന്ന നിലയിൽ അമ്മ വാത്സല്യത്തോടെ വളർത്തി. സൂചനകളും പാഠഭാഗത്തിലെ ആശയങ്ങളും സമകാലിക സംഭവങ്ങളും പരിഗണിച്ച് പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ്. അപ്പം പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഹെഡിങ് എഴുതാം. പ്രകൃതിയും മനുഷ്യനെന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രഭാഷണമാണല്ലോ, അപ്പം അഭിസംബോധന ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ എന്ന് വിളിക്കാം അല്ലേ? എന്നിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ 2 പാരഗ്രാഫായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എഴുതാം. നാം ഏറെ ഭാഗ്യവാന്മാരും അതേസമയം നിർഭാഗ്യവാന്മാരുമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് നല്ലൊരു വിഭവസമൃദ്ധമായ കുട്ടിക്കാലമുണ്ടായിരുന്നു.
തൊടികളിലും പറമ്പുകളിലും കാണുന്ന മാവിലെല്ലാം കല്ലെറിഞ്ഞ് നടന്നൊരു കാലം. നമ്മളെക്കാളേറെ പ്രായമുള്ള മാവുകളും നമ്മുടെ കൺമുൻപിൽ വളർന്നു വലുതായ മാവിൻ തൈകളും നമ്മളെക്കാൾ നമ്മളെ അറിയുന്ന മുത്തശ്ശിമാവുകളുമെല്ലാം നിറഞ്ഞൊരു കുട്ടിക്കാലം. ഓക്കെ, ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നതിൻ്റെ കാരണമാണ് കൊടുത്തത്. ഇനി അടുത്ത പാരഗ്രാഫിൽ നമ്മൾ എന്തുകൊണ്ടാണ് നിർഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞതിൻ്റെ റീസൺ പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കങ്ങനെ മാവുകളൊന്നും ഈ കഥയിലുള്ള പോലെ അത്രയും മാവുകളൊന്നും പല വീടുകളിലും കാണാൻ സാധിക്കില്ല അല്ലേ? എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം സ്ഥലപരിമിതി തന്നെയാണ്. പിന്നെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മുറിച്ച് മാറ്റുന്നുണ്ട് അല്ലേ? വീടിന് മുകളിലൊന്നും വളരാൻ ഒരു മാവിനെന്നല്ല ഒരു മരത്തിനെയും നമ്മൾ അനുവദിക്കാറില്ല. എല്ലാം മുറിച്ച് മാറ്റപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതി പല വിധത്തിൽ ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കുറച്ച് പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം പത്രവാർത്താ ശീർഷകങ്ങളും അമ്മത്തൊട്ടിൽ എന്ന കവിതയിലെ ആശയവും പരിഗണിച്ചു വാർദ്ധക്യം, പ്രതീക്ഷകളും ആശങ്കകളും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ്. ഉപന്യാസം തയ്യാറാക്കാനും നമ്മൾ എന്ത് ചെയ്യണം? പാരഗ്രാഫായിട്ട് വേണം എഴുതാൻ. ഓക്കെ, നമുക്കൊരു ഹെഡിങ് കൊടുക്കാം, വാർദ്ധക്യം, പ്രതീക്ഷകളും ആശങ്കകളും. എന്നിട്ട് എന്തൊക്കെ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം? വളരെ ശ്രദ്ധയും കരുതലും കിട്ടേണ്ട കാലമാണ് വാർദ്ധക്യം. എന്നാൽ ഇന്ന് പലയിടങ്ങളിലും സ്ഥിതി വളരെ മോശമാണ്. വൃദ്ധരായി കഴിഞ്ഞാൽ സ്വന്തം സുഖവും സൗകര്യവും നോക്കി പോകുന്ന മക്കൾ, വിദേശത്ത് പോകുന്ന മക്കളുടെ മാതാപിതാക്കൾക്ക് ആരുമില്ലാതെയാവുന്നു. അതിനാൽ തന്നെ വൃദ്ധസദനങ്ങൾ കൂടി വരുന്നു അല്ലേ? മറ്റുള്ളവരുടെ കാരുണ്യത്താൽ മാത്രം ജീവിച്ചു പോകുന്നവരുണ്ട്, മരണം കാത്തു കഴിയുന്നവരുണ്ട്. ഇവർക്കിടയിൽ പരസ്പര സഹായമില്ലാതെ കരുത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സും കൂടി ചേർത്തിട്ട് അത് കൺക്ലൂഡ് ചെയ്യാം.